ആത്മീയത മറയാക്കി ഏതാണ്ട് 150-ലധികം സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്ത അശോക് ഖറാട്ട് എന്ന ആൾദൈവത്തിനെതിരെയുള്ള അന്വേഷണത്തിൽ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മഹാരാഷ്ട്ര സർക്കാർ രൂപീകരിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അശോക് ഖറാട്ടിൻ്റെ കയ്യിൽ നിന്നും 4 സിം കാർഡുകൾ കണ്ടെടുത്തിട്ടുണ്ട്. ഇതിൽ ഓരോ സിം കാർഡും ഓരോ പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ടാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. ഉന്നത രാഷ്ട്രീയക്കാർ, ബിസിനസ്സുകാർ, ഉദ്യോഗസ്ഥർ എന്നിവരുമായി ബന്ധപ്പെടാൻ വേണ്ടി മാത്രമായി ഒരു സിം കാർഡ് ഇയാൾ ഉപയോഗിക്കുന്നു. ഈ നമ്പറിൽ കോൺടാക്ട് സേവ് ചെയ്തിട്ടുള്ളത് എല്ലാം കോഡ് ഭാഷയിലാണ്. മറ്റൊരു സിം കാർഡ് സ്ത്രീകൾക്ക് ബന്ധപ്പെടാൻ വേണ്ടി മാത്രമുള്ളതാണ്. പണമിടപാടുകൾക്കും ബാങ്കിംഗ് ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ളതാണ് മൂന്നാമത്തെ സിം കാർഡ്. പൊതുവായ ആവശ്യങ്ങൾക്കും മറ്റ് സാധാരണ ഭക്തരുമായി സംസാരിക്കാനുമാണ് 4ാമത്തെ നമ്പർ ഇയാൾ ഉപയോഗിച്ചിരുന്നത്. വ്യക്തിപരമായ പ്രശ്നങ്ങളും ജോലിയിലെയും ബിസിനസ്സിലെയും തടസ്സങ്ങളും പരിഹരിക്കാമെന്ന് വാഗ്ദാനം നൽകിയാണ് ഇയാൾ നിരവധി സ്ത്രീകളെ കെണിയിൽപ്പെടുത്തിയത്. അശോക് ഖറാട്ട് 10ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ല. എന്നാൽ താൻ ഇന്ത്യൻ നേവിയിൽ നിന്നും വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത ക്യാപ്റ്റൻ ആണെന്നാണ് ഭക്തരോട് പറഞ്ഞിരുന്നത്. ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായും മന്ത്രിമാരുമായും അടുത്ത ബന്ധമുള്ള ഖറാട്ട് നാസിക്കിലെ ഈശനേശ്വർ മഹാദേവ ക്ഷേത്രത്തിലെ ട്രസ്റ്റി കൂടിയാണ്. ജോത്സ്യൻ എന്ന നിലയിലും ഇയാൾ സ്ത്രീകൾക്കിടയിൽ പ്രസിദ്ധനായിരുന്നു. മധുരപലഹാരങ്ങളിലും പാനീയങ്ങളിലും മയക്കുമരുന്ന് കലർത്തി പ്രസാദം എന്ന പേരിൽ നൽകിയായിരുന്നു ഇയാൾ പല സ്ത്രീകളെയും പീഡിപ്പിച്ചിരുന്നത്. അതല്ലാത്ത രീതിയിലുള്ള ബന്ധപ്പെടലുകളും നടന്നിട്ടുണ്ട്. ചിലരെ ഭീഷണിപ്പെടുത്തിയും മറ്റു ചിലരെ ഹിപ്നോട്ടിസം ചെയ്തും ഇയാൾ ഉപദ്രവിച്ചിട്ടുണ്ട്. അശോക് ഖറാട്ടിനെതിരെ പീഡനപരാതി നൽകിയ സ്ത്രീയെ ബോധരഹിതയാക്കിയ ശേഷമാണ് ലൈംഗികമായി ഉപദ്രവിച്ചതെന്ന് പോലീസ് പറയുന്നു. ജോത്സ്യനെ കാണാനെത്തിയപ്പോൾ ഉപ്പുരസമുള്ള കയ്പുള്ള ഒരു വെള്ളം കുടിക്കാൻ നൽകിയെന്നാണ് പരാതിക്കാരിയുടെ മൊഴി. ഇത് കുടിച്ച ഉടനെ ബോധരഹിതയായെന്നും തുടർന്നാണ് അശോക് ഖറാട്ട് ലൈംഗികമായി ഉപദ്രവിച്ചതെന്നും യുവതിയുടെ മൊഴിയിൽ പറയുന്നു. ഖറാട്ട് തന്നെ കാണാനെത്തുന്ന സ്ത്രീകൾക്ക് കുടിക്കാൻ നൽകുന്ന വെള്ളം എന്താണെന്ന് സംബന്ധിച്ചും പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. ടോപ്പ് ക്ലാസ് ഭക്തർ 5 ലക്ഷം രൂപയാണ് ഇയാളെ കാണാൻ കൊടുക്കേണ്ട ഫീസ്. കൂടാതെ ലക്ഷങ്ങൾ വിലമതിപ്പുള്ള ആഡംബര കാറുകളും ഇയാൾ ഭക്തരിൽ നിന്നും സമ്മാനമായി വാങ്ങിയിരുന്നു. ഒരു ഭക്തനിൽ നിന്ന് 90 ലക്ഷം രൂപയുടെ കാർ ഇയാൾ കൈക്കലാക്കിയതായും റിപ്പോർട്ടുകൾ പറയുന്നു. ദുരന്തങ്ങൾ ഒഴിവാക്കാനെന്ന പേരിൽ ഇയാൾ പുളിങ്കുരു മിനുക്കി രൂപമാറ്റം വരുത്തി നൽകിയിരുന്നു. ഇതിന് 1 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ ഈടാക്കി വൻ സാമ്പത്തിക തട്ടിപ്പും ഇയാൾ നടത്തിയിരുന്നു. ഇയാൾക്ക് 1500 കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്നാണ് പോലീസ് കണക്കാക്കുന്നത്. IPS ഉദ്യോഗസ്ഥ തേജസ്വി സത്പുതയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഖറാട്ടുമായി ബന്ധമുള്ള ഡോക്ടർമാരെയും VIP-കളെയും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. വാട്സപ്പ് ചാറ്റുകളും സാമ്പത്തിക രേഖകളും പരിശോധിച്ചു വരികയാണ്. പീഡനത്തിനിരയായ സ്ത്രീകളുടെ എണ്ണം ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചനകൾ. അശോക് കുമാർ ഖറാട്ടിനെതിരെ പരാതി അറിയിക്കാൻ അന്വേഷണ സംഘം നൽകിയ ഫോൺ നമ്പറുകളിലേക്ക് ഇതുവരെ എത്തിയത് 100-ലേറെ കോളുകളാണ്.